ഹലോ ഫ്രണ്ട്സ്, ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മെട്രിക്സിനെ കുറിച്ചാണ്. ഇനി നമുക്ക് നോക്കാം ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം എങ്ങനെ ആയിരിക്കണം എന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഒരു മെട്രിക്സ് ഞാൻ എപ്പോഴും പറഞ്ഞു റെക്റ്റാങ്കുലർ അറേ ഓഫ് മെട്രിക്സ് ഫംഗ്ഷൻസ് ഓർ നമ്പേഴ്സ് ആണ്. അതായത് എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും വരുന്നത്. ഞാൻ ഒരു m/n മെട്രിക്സ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. m/n എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. m/n എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് റോസും കാണും, നമ്പർ ഓഫ് റോസ് എമ്മും, നമ്പർ ഓഫ് കോളംസ് എന്നും ആയിരിക്കും. നമ്പർ ഓഫ് റോസും വേണം, നമ്പർ ഓഫ് കോളംസും വേണം. സോ ഇതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കുറച്ച് പ്രത്യേകതയുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ആദ്യം റോ, രണ്ടാമത് കോളം, അങ്ങനെയല്ല നമ്മൾ ഓർഡർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എലമെൻ്റ് എഴുതുമ്പോഴും എലമെൻറ്റിന് ഞാൻ സ്മോൾ എ എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം സ്മോൾ എ 1 1. ഈ 1 1 എന്നുള്ളതിൽ A11 ഓരോ 1, ഈ ഫസ്റ്റ് വൺ സൂചിപ്പിക്കുന്നത് എത്രാമത്തെ നമ്പർ ഓഫ് റോ, ആ എലമെൻറ്റ് ഏത് റോയിലുള്ളതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് വൺ സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് കോളം, എത്രാമത്തെ കോളത്തിലാണെന്ന്. ഇവിടെ നോക്കിക്കേ, ഇത് ഒന്നാമത്തെ റോയിലും ഒന്നാമത്തെ കോളം, ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം. സോ A11. അടുത്ത ഒരു നമ്പർ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് A12. ഇപ്പോൾ നോക്കിക്കേ, A12 എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതാ? റോ, ഇത് കോളം. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ റോയാണേ, ഇത് ഒരു കോളം, രണ്ടാമത്തെ കോളം, ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം. സോ A12. അപ്പോൾ നെക്സ്റ്റ് എന്ത് വരും? A13 എക്സെട്ര. ഇങ്ങനെ പോകുമ്പം ലാസ്റ്റ് m/n എന്നേ പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ റോയാണ്, ഇത് എന്നാമത്തെ കോളം വരും. ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് എനിക്ക് എന്ത് കോളം ഉണ്ട്, എന്ത് കോളം. അപ്പോൾ അവിടെ ആകുമ്പോൾ അവിടുത്തെ എലമെൻ്റ് എങ്ങനെ വരും? A1n. അവിടെയും റോ ഫസ്റ്റ് തന്നെ, പക്ഷേ കോളം എന്ത്. സോ A1n. ക്ലിയർ ആയോ? ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം, ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം, ഒന്നാമത്തെ റോ മൂന്നാമത്തെ കോളം, ഇങ്ങനെ വന്ന് ഒന്നാമത്തെ റോ എന്ത് കോളത്തിലെ എലമെൻറ്റ്. സോ A1n. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ താഴെ അടുത്ത് എഴുതി നോക്കാം. A21 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ റോ ആയി, പക്ഷേ ഒന്നാമത്തെ കോളം. സോ A21. ഇത് രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം അല്ലേ? സോ A22. ഇത് A23 എക്സെട്ര. ഇവിടെ എന്താവും? എത്രാമത്തെ റോയാ? രണ്ടാമത്തെ റോ. എത്രാമത്തെ കോളം? എന്നാമത്തെ കോളം. സോ A2n. ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. ഇനി എക്സെട്ര ഇങ്ങനെ വരുക. ഇവിടെ ഇങ്ങനെ താഴോട്ട് എക്സെട്ര ആയിട്ട് വരുമ്പോഴത്തേക്കും നോക്കിക്കോ, ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും? എത്ര റോ വരുന്നുണ്ട്? m റോസ് ഉണ്ട്. സോ ലാസ്റ്റ് റോ ആയിരിക്കും mth റോ. സോ ഇവിടെ ഒന്നാമത്തെ എത്രാമത്തെ കോളമാണ്? ഒന്നാമത്തെ കോളം. സോ AM1. ഇത് എത്രാമത്തെ റോയാ? mth റോ. ക്ലിയർ ആയല്ലോ? ഇത് എന്ത് കോളം, ഇത് mth റോ, ഇത് mth റോ, ഇത് എന്ത് കോളം. ക്ലിയർ ആയല്ലോ? ഇത് ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുമ്പം AM1, ഇതോ AM2, ഇത് AM3 എക്സെട്ര. ലാസ്റ്റ് എലമെൻ്റ് എന്തോ കിട്ടും? mth റോയും എന്ത് കോളവും, mth റോയും എന്ത് കോളവും. സോ AMN. m എന്ന് പറയുമ്പോൾ mth റോയും എന്ത് കോളവും. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് AMN എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? AMN. ഓക്കെ, ഇനി നോക്കിക്കേ, ഞാൻ ഇതിനിടയ്ക്ക് ഏതോ ഒരു റോ, ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു റോ, ഇത് കോളം ആണല്ലോ, ഏതെങ്കിലും ഒരു കോളം ഞാൻ C എന്നെടുത്തു, അതിന് ഞാൻ jth കോളം എന്ന് കൊടുത്തു. സോ jth കോളം. ഇതിനിടയ്ക്ക് ഈ 1 തൊട്ട് n വരെയുള്ള കോളത്തിനിടയ്ക്ക് ഏതോ ഒരു j ഉണ്ട്, അത് jth കോളം എന്നെടുത്ത്. അപ്പോൾ അതിന് ആ j എന്ന് പറയുന്ന jയുടെ പ്രത്യേകത എന്തുമായിരിക്കും? 1 ഒന്നിനേക്കാൾ വലുതായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. കാരണം 1 മുതൽ n വരെയുള്ള റോയ്ക്ക് കോളത്തിനകത്ത് ഏതോ ഒരു കോളമാണ് j. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതുപോലെ ഈ 1 2 ഇങ്ങനെ m റോസ് ഉണ്ടല്ലോ, അതിൽ ഏതോ ഒരു റോ എടുക്കുവാണ്, അതിന് ഞാൻ I എന്ന് കൊടുത്തു. സോ I ഒരു CJth കോളം എഴുതുമ്പോൾ ഇച്ചിരി മേലോട്ട് എഴുതാം നമുക്ക്.
സി ജേത്ത് കോളവുമുണ്ട്, അതുപോലെ ഇവിടെ ഒരു ith കോളവുമുണ്ട്. ഇവിടെ ഒരു jth കോളവും ഇവിടെ ഒരു ith റോയും എന്ന് പറയുന്നത് ith റോ. ഇത് jth കോളം, ഇത് ith റോ. അതാണ് എന്തുവാ ഈ മജന്ത ലൈൻ ഉണ്ടല്ലോ, അതാണ് jth കോളം, ഇത് ith റോ. ith റോയ്ക്കകത്ത് എലമെൻറ്റ് എങ്ങനെ വരും? എലമെൻറ്റ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇത് jth കോളം, jth കോളത്തിൽ എലമെൻറ്റ് എങ്ങനെ വരും എന്ന് എഴുതണം, ith റോയിൽ എലമെൻറ്റ് എങ്ങനെ വരും എന്ന് എഴുതണം. അപ്പോൾ ഈ ഐക്ക് ഒരു പ്രത്യേകത കാണുമല്ലോ, എങ്ങനെ ആയിരിക്കും? ഈ 1 മുതൽ m വരെയുള്ള റോസിനിടയ്ക്കുള്ള ഏതോ ഒരു റോയാണ് i. സോ ഇങ്ങനെ എഴുതാം, 1 ≤ i ≤ m. ക്ലിയർ ആയല്ലോ? ഇനി ith റോയിൽ എലമെൻറ്റ് ആദ്യം എഴുതാം. നോക്കിക്കോ, ഒന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുമ്പം എത്രാമത്തെ റോയാ? ith റോ. സോ ai. എത്രാമത്തെ കോളമാ? ഒന്നാമത്തെ കോളം ai1. ഇത് ai2 അല്ലേ, ai3 എക്സെട്രാ. ലാസ്റ്റ് എങ്ങനെ വരും? ith റോ എത്രാമത്തെ കോളം? nth കോളം. സോ ain. ക്ലിയർ? ഇതെഴുതുമ്പോഴോ jth കോളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. jth കോളം CJ എന്ന് വിളിക്കാതെ jth കോളം. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെ വരും? എത്രാമത്തെ റോയാ? ഒന്നാമത്തെ റോ. എത്രാമത്തെ കോളം? jth കോളം. സോ a1j. അങ്ങനെ ഓർത്ത് കാണാതെ പഠിച്ച് എഴുതിയേ ചെയ്യരുത്. എത്രാമത്തെ റോ എത്രാമത്തെ കോളം എന്ന് നോക്കി എഴുതിയാൽ മതി. ഇത് നോക്കിയേ, ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ റോ എത്രാമത്തെ കോളം? jth കോളം. സോ a2j. ക്ലിയർ? എക്സെട്രാ ആയിട്ട് വരുമ്പോൾ ഇതോ ഇവിടെ വരുമ്പോഴോ ith റോ jth കോളം. സോ aij. ക്ലിയർ? aij. അതായിരിക്കും ഈ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, aij. ക്ലിയർ? ഇവിടെ വരുമ്പോഴോ എത്രാമത്തെ റോ? mth റോ am. എത്രാമത്തെ കോളം? jth കോളം amj. ക്ലിയർ ആവുന്നുണ്ടോ? ഓരോ എലമെൻറ്റ് എഴുതുമ്പോഴും അത് എത്രാമത്തെ റോയാണെന്ന് എഴുതുക, എത്രാമത്തെ കോളാണെന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ith റോയും ഒരു jth കോളവും ഇൻസർട്ട് ചെയ്തപ്പോഴത്തേനും അത് നടുക്കത്തെ കറക്റ്റ് എലമെൻറ്റ് നമുക്ക് എന്തെന്ന് കിട്ടും? aij എന്ന് കിട്ടും. കാരണം ith റോ jth കോളം. ഇപ്പം ഇനി ഇതാണ് ഒരു ജനറൽ ഫോം ഓഫ് മെട്രിക്സ്. ഇതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇതാണ് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഈ ജനറൽ ഫോം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ എലമെൻറ്റും എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ബോധ്യത്തോടെ മനസ്സിലിരിക്കത്തുള്ളൂ. അപ്പം 1 ≤ n, 1 ≤ j ≤ n എന്നും കിട്ടി, 1 ≤ i ≤ m എന്നും കിട്ടി. അപ്പം നമുക്ക് ഈ ഒരു ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നോക്കാം. ഇതിന് ഞാനൊരു ക്യാപിറ്റൽ എ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ A is equal to എലമെൻറ്റ് എങ്ങനെ കിടക്കുന്നത്? aij. ആ ഐജയുടെ പ്രത്യേകത എന്തുവാ? 1 ≤ j ≤ n ഉം 1 ≤ i ≤ m ആയിരിക്കും. ഇതിൻ്റെ ഓർഡർ എന്തുവാ? m/n. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് എഴുതണം mn എന്ന്. സോ ഇതെന്താണ്? ഒരു ജനറൽ ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ? ക്യാപിറ്റൽ A is equal to aij. ഇത്ര ഓർഡർ m/n. 1 less than or equal to i less than or equal to m, 1 less than or equal to j less than or equal to n. ഇതാണ് ഒരു ജനറൽ മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?